ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. നിങ്ങൾക്ക് കാലുകൾക്ക് തരിപ്പ് അനുഭവപ്പെടുക, അതുപോലെ മരവിപ്പ് ഉണ്ടാവുക, ചെറിയ സൂചി കൊണ്ട് കുത്തുന്നത് പോലെയുള്ള ഫീലിംഗ് തോന്നുക, നിങ്ങളുടെ ലോവർ ബാക്കിൽ നിന്ന് കാലിലേക്ക് വലിയുന്നത് പോലുള്ള ഒരു വേദന ഉണ്ടാവുക, ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ നെർവായ സയാറ്റിക് നെർവിനുണ്ടാവുന്ന കംപ്രഷനും അതുമൂലമുണ്ടാവുന്ന വേദനയുമാണ് ഈ കാലിലേക്ക് വലിഞ്ഞു വരുന്ന വേദനയ്ക്ക് ഒരു കാരണം. ഇത് നമ്മുടെ ലോവർ ബാക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ നെർവ് ഇത് ബട്ടക്കിലേ ഇറങ്ങി തൈയിലേക്കൂടെ ഇറങ്ങി കാലിലേക്കാണ് പോകുന്നത്. ഇത് മൂലം അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു കംപ്രഷൻ വരുമ്പോൾ ഈ നെർവ് കംപ്രഷൻ ഉണ്ടാവുകയും അതുമൂലം കാലിലേക്ക് വേദന വരികയാണ് ചെയ്യുന്നത്. ഇതുമൂലം തരിപ്പുണ്ടാവാം, മരവിപ്പുണ്ടാവാം കാലിന്, അതുപോലെ ചെറിയ പിന്നുകൊണ്ടൊക്കെ കുത്തുന്ന പോലെയുള്ള വേദന ഉണ്ടാവാം ചിലർക്ക് ഇങ്ങനെ വലിഞ്ഞു വരുന്ന വേദനയായിരിക്കും. ബാക്ക് മുതൽ നമ്മുടെ ലോവർ ബാക്ക് മുതൽ കാലിലേക്ക് വലിഞ്ഞിട്ടുള്ള പെയിൻ ഉണ്ടാവും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് വരുന്നത്. ഇതിനെ സയാറ്റിക്ക എന്നാണ് വിളിക്കുന്നത്. ഈ സയാറ്റിക്കക്ക് കാരണങ്ങൾ പലതാണ്. ഈ സയാറ്റിക് നെർവിനുണ്ടാവുന്ന കംപ്രഷനാണ് മെയിൻ കാരണം. അതിന് പല കോസും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ ശരിയായ രീതിയിലല്ലാണ്ട് ഇരിക്കുന്നത്, ഒരുപാട് സമയം ഇരിക്കുന്നത് ഇതിനൊരു കാരണമാണ്. ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു അസുഖം കാണാറുണ്ട്. അടുത്ത ഒരു കാരണം എന്ന് പറയുന്നത് ഡിസ്കിനുണ്ടാവുന്ന എന്തെങ്കിലും ഡീജനറേറ്റീവ് ഇഷ്യൂസാണ്. ഇതുമൂലവും നമുക്ക് ഈ നെർവിന് കംപ്രഷൻ വരികയും അതുമൂലം വേദന ഉണ്ടാവുകയും ചെയ്യും. അതല്ലാതെ പിന്നെയുള്ള ഒരു അസുഖം എന്ന് പറയുന്നത് സ്പൈനൽ കോഡ് നാരോ ആവുന്നതാണ്. ഇതിങ്ങനെ ചെറുതാവുമ്പോൾ നമ്മുടെ ഈ സയാറ്റിക് നെർവിന് കംപ്രഷൻ ഉണ്ടാവുകയും അതുമൂലം വേദന വരികയും ചെയ്യും. ഈ ഒരു കണ്ടീഷനെ, അതായത് സ്പൈനൽ കോഡ് നാരോ ആവുന്നതിനെ സ്പൈനൽ സ്റ്റെനോസിസ് എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ കൊണ്ടും സയാറ്റിക്ക ഉണ്ടാവാം. പിന്നെ ഒരു റീസൺ എന്ന് പറയുന്നത് പിരിഫോമിസ് എന്നുള്ള ഒരു മസിലുണ്ട് നമ്മുടെ ബട്ടക്കിൽ. ആ മസിലിനുണ്ടാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളാണ് ഈ പിരിഫോമിസ് സിൻഡ്രം എന്ന് പറയും. ആ മസിലിന് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിൻ്റെ താഴെ കൂടെ പോകുന്ന സയാറ്റിക് നെർവിന് കംപ്രഷൻ ഉണ്ടാവുകയും അതുമൂലം വേദന ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഒരു റീസൺ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടാവുകയാണ്. ഇങ്ങനെ ഒരു ഇഞ്ചുറി ഉണ്ടാവുമ്പോൾ പ്രശ്നങ്ങൾ വരാം. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ റീസൺസ് എന്ന് പറയുന്നത്. ഈ ഒരു പെയിൻ സയാറ്റിക്കയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്, നമ്മൾ ചിലപ്പോൾ ഒരുപാട് സമയം ഇരിക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവാം. അതുപോലെ തുമ്മുമ്പോഴും അതുപോലെ ചുമക്കുമ്പോഴും ഒക്കെ നമുക്ക് കാലിലോട്ട് വേദന വരാം. ഇതൊക്കെ ആണ് ഈ സയാറ്റിക്ക ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വഴി. ഇത് നിങ്ങൾക്ക് കൺഫേം ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്, നമ്മൾ മലർന്ന് കിടന്നതിന് ശേഷം കാല് ഒരു 45 ഡിഗ്രി ആംഗിളിൽ പൊക്കുമ്പോൾ ഒരു വേദന നമ്മുടെ കാലിൽ നിന്ന് വലിഞ്ഞ് നടുവരെ വേദന വരും. ഇങ്ങനെയാണെങ്കിലും നമുക്കിത് സയാറ്റിക്കയാണെന്ന് കൺഫേം ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ആയുർവേദ വേർഷനിലേക്ക് നമുക്ക് നോക്കാം. ഇതിനെ സയാറ്റിക്കയെ നമ്മൾ ഗൃദ്രസി എന്നുള്ള ഒരു അസുഖമായിട്ടാണ് ആയുർവേദത്തിൽ പറയുന്നത്. ഇത് ഒരു വാദം കൊണ്ടുള്ള ഒരു അസുഖമായിട്ടാണ് പറയുന്നത്. ഇത് തന്നെ 2 ടൈപ്പ് പറയുന്നുണ്ട്, വാതജവും അതുപോലെ വാതകബജവും. ഇത് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, വാതകബജം എന്ന് പറയുന്നുള്ള ഒരു ടൈപ്പിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകളുടെ കൂടെ ഇൻഡൈജഷൻ, അതായത് വയറിന് കുറച്ച് പ്രശ്നങ്ങൾ കൂടെ ഉണ്ടാവും. ഇൻഡൈജഷൻ ഉണ്ടാവാം. ചിലവർക്ക് വായിലിങ്ങനെ വെള്ളം പൊട്ടിക്കൊണ്ടിരിക്കും. മറ്റു ചിലർക്ക് കഴിക്കാൻ തോന്നുകയില്ല, കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ കൂടെയുള്ളത് വാതകബജമായിട്ടാണ് ആയുർവേദം പറയുന്നത്. ഇനി നിങ്ങൾ കഴിക്കേണ്ട ആഹാരങ്ങളും കഴിക്കരുതാത്ത ആഹാരങ്ങളും നമുക്ക് നോക്കാം. ഡയറ്റ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാത കൂട്ടുന്ന ആഹാരങ്ങൾ നിങ്ങൾ ഒരിക്കലും കഴിക്കരുത്. തണുത്ത ആഹാരങ്ങൾ കഴിക്കാൻ പാടില്ല. ഭക്ഷണം ഇളം ചൂടോടുകൂടി മാത്രം കഴിക്കുക. എരിവും കയ്പുമുള്ള ആഹാരങ്ങൾ ഭക്ഷണത്തിൽ കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത്, നിങ്ങൾ നിലക്കടല കഴിക്കരുത്. അതുപോലെ കടലപ്പരിപ്പും നല്ലതല്ല. വൈറ്റ് കടലയുണ്ടല്ലോ, അതും അത്ര നല്ലതല്ല. അതും നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ രാജ്മ എന്ന് പറയുന്ന ഒരു ബീൻസില്ലേ, നമ്മുടെ നാട്ടിൽ അതുകൊണ്ടുള്ള ഡിഷസ് വളരെ കുറവാണ്, പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ മെയിനായിട്ട് അത് ഉപയോഗിക്കാറുണ്ട്. ഈ രാജ്മയും നിങ്ങൾ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. പിന്നെ ഉള്ളത്, വളരെ ഹെവി ആയിട്ടുള്ള വെയിറ്റ് ഒന്നും നിങ്ങൾ ലിഫ്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ ഹെവി ആയിട്ടുള്ള എക്സസൈസുകളും ഒഴിവാക്കുക.
ഇനി നിങ്ങൾ നാച്ചുറലായിട്ട് വരുന്ന അർജസിന്, അതായത് മൂത്രമൊഴിക്കാൻ തോന്നുക, അതുപോലെ ടോയ്ലറ്റിൽ പോവുക, ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ നമുക്ക് വരുമ്പോൾ നമ്മളത് ഹോൾഡ് ചെയ്ത് വെക്കരുത്. പിന്നെ പോവാം, കുറച്ച് കഴിഞ്ഞ് പോവാമെന്നൊക്കെ വെച്ച് ഹോൾഡ് ചെയ്യരുത്. അത് അപ്പം തന്നെ നമ്മൾ പാസ് ചെയ്ത് കളയേണ്ടതാണ്. അത് ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ഈ അസുഖത്തെ കൂട്ടാൻ ഒരു കാരണമാകും. പിന്നെ അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 8 മണിക്കൂറെങ്കിലും രാത്രി ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം. വളരെ റെസ്റ്റ് ഇതിന് ആവശ്യമാണ്. രാത്രി 8 മണിക്കൂറെങ്കിലും പ്രോപ്പറായിട്ടുള്ള ഒരു സ്ലീപ്പ് നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ കഴിക്കേണ്ടുന്ന, നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടുന്ന ആഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഉഴുന്നാണ്, പിന്നെ മുതിര, ഗോതമ്പ്, ഇതൊക്കെ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. പുളിയുള്ള ഫ്രൂട്ട്സുകൾ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കാം. പോമഗ്രാനൈറ്റ്, അനാറൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഉള്ളത് ഉണക്കമുന്തിരി, കറുത്ത ഉണക്കമുന്തിരി നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പച്ചക്കറികളിലേക്ക് വന്നാൽ മുരിങ്ങക്ക, പടവലങ്ങ, ഇതൊക്കെ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. പിന്നെ ഉള്ളത് നിങ്ങൾ നോൺ വെജ് ആണെങ്കിൽ മീറ്റ് നമ്മൾ വേവിച്ച് കഴിക്കുന്നതിലും നല്ലത് മീറ്റ് സൂപ്പായിട്ട്, ലൈറ്റായിട്ടുള്ള മീറ്റ് സൂപ്പായിട്ട് കഴിക്കാം. ഇത് വളരെ നല്ലതാണ്. ആട്ടിൻ സൂപ്പ്, കോഴി സൂപ്പൊക്കെ നിങ്ങൾക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവണക്കെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ, ഇതിലേതെങ്കിലും ഒരു എണ്ണ നിങ്ങൾക്ക് കഴിക്കാം. അകത്തേക്ക് കഴിക്കുന്നതും നല്ലതാണ്. ഒരു സ്പൂണൊക്കെ ഡെയിലി നിങ്ങൾക്ക് കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇത് വളരെ നല്ലതാണ്. ആവണക്കെണ്ണയാണ് ഒന്നുകൂടെ നല്ലത്. ഇത് നിങ്ങൾക്ക് മോഷനൊക്കെ ക്ലിയർ ആവാനും ഒക്കെ സഹായിക്കും. ഇത് ഒരു സ്പൂൺ നിങ്ങൾക്ക് ഡെയിലി കഴിക്കാവുന്നതാണ്. ഇനി എണ്ണ തേച്ച് കുളിയാണ്. എണ്ണ തേച്ച് കുളി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾക്ക് സഹചരാതി തൈലം അല്ലെങ്കിൽ ധന്വന്തരം തൈലമൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളിത് ചൂടാക്കിയതിന് ശേഷം, ഡബിൾ ബോയിൽ ചെയ്തതിന് ശേഷം വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഡബിൾ ബോയിൽ ചെയ്യാകുമ്പോൾ നിങ്ങൾ ചൂട് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കുക. അല്ലാതെ ഡയറക്റ്റ് ചൂടാക്കരുത്. ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുമ്പോൾ വളരെ ജെൻറ്റിലായിട്ട് കൊടുക്കുക, വളരെ ശക്തിയിലൊന്നും കൊടുക്കരുത്. മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചൂടുവെള്ളത്തിൽ, ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടബ് ചെയ്യാം. ടബിൽ ചൂടുവെള്ളം നിറച്ചിട്ട് കുറച്ച് സമയം ഇറങ്ങി കിടക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇനിയുള്ളത് ലശുന ക്ഷീരപാകമാണ്, അതായത് വെളുത്തുള്ളി പാൽക്കഷായം. ഇത് നിങ്ങളുടെ സയാറ്റിക്ക കുറക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ആദ്യം ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്ത് ചതക്കുക. അതിനുശേഷം അതിലോട്ട് ഒരു 40 ml വെള്ളവും അതുപോലെ തന്നെ ഒരു 40 ml പാലും കൂടെ ചേർക്കാം. അതിനുശേഷം ചൂടാക്കുക. ചൂടാക്കുമ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അത് ഒരു 40 ml പാല് മാത്രമായി അവശേഷിക്കുന്നത് വരെ നമ്മൾ വറ്റിച്ചെടുക്കുക. അതിനുശേഷം ഇത് 20 ml രാവിലെ, 20 ml വൈകിട്ടുമായിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ കഴിക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ കഴിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ രാവിലത്തെ ഭക്ഷണത്തിന് ശേഷം കഴിക്കാം. രാത്രി കിടക്കുന്നതിന് മുന്നേ കഴിക്കാം. കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ കഴിക്കുക. ഇനി ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ ഒരു 10 to 12 മണിക്കൂർ മാത്രമേ ഇത് വെക്കാൻ പാടുള്ളൂ. വീണ്ടും ചൂടാക്കി പിറ്റേ ദിവസം എടുക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. ഈ 12 മണിക്കൂറിനുള്ളിൽ നിങ്ങളിത് കഴിക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഒരു 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം വരെ നിങ്ങൾക്ക് കഴിക്കാം. ഒരുപാട് കാലമൊന്നും കഴിക്കരുത്. 14 ദിവസം വരെ മാത്രം കഴിച്ചു നോക്കുക. ഇത് 2 നേരം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇത് വളരെ എഫക്റ്റീവാണ്. ഈ വെളുത്തുള്ളി നമ്മുടെ നെർവിനെ ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ നെർവിൻ്റെ ശക്തി കൂട്ടാനും അതുപോലെ തന്നെ ഇത് മൂലം വാതജ അസുഖങ്ങൾക്ക് വളരെ നല്ലതാണ് വെളുത്തുള്ളി. അപ്പോൾ ഈ വെളുത്തുള്ളി പാലുമായിട്ട് ചേരുന്നത് അതിൻ്റെ ഒരു തീക്ഷ്ണത കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പാലുമായി ചേർത്തിട്ട് പാൽക്കഷായം വെച്ച് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് വളരെ കൂടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഈ വെയ്റ്റ് ലിഫ്റ്റേഴ്സ്, ഡ്രൈവേഴ്സ്, അതുപോലെ ടൈലേഴ്സിനൊക്കെ അവരുടെ ജോലിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അവർക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്താ വെച്ചാൽ കാല് എപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ അവർക്ക് ഇത് വരുമ്പോൾ അവരുടെ ജോലിനെ കൂടെ ഇത് എഫക്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് മാറാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരുപാട് കാലം വച്ചുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കണ്ടിട്ട് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ആയുർവേദത്തിൽ അഭ്യംഗ, സ്വേദന, അതുപോലെ ബസ്തി പോലുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇതിന് വളരെയധികം മാറ്റം ഉണ്ടാവാറുണ്ട്. അതുപോലെ ആദ്യത്തെ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ അകത്തേക്കുള്ള മരുന്ന് കൊണ്ട് തന്നെ ഇത് മാറാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവരൊന്നും ഇതിങ്ങനെ ഒരുപാട് കാലം വെച്ചുകൊണ്ടിരുന്ന് അത് കൂട്ടരുത്. പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കൽ ഹെൽപ്പ് എടുക്കേണ്ടതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.